എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കുന്ന റെസിപ്പി ഒരു പുഡിങ്ങിന്റെ റെസിപ്പിയാണ്. സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന കാരമൽ കസ്റ്റർഡ് പുഡിംഗ് ആണ് ഇന്ന് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞു, ന്യൂ ഇയർ ഒക്കെ ആയി, കേക്കൊക്കെ ഒത്തിരി നമ്മൾ കഴിച്ചു. അതിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ട് നമുക്കൊരു പുഡിംഗ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് മുമ്പ് എപ്പോഴും പറയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ കൂടെ വരുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കല്ല, ഓളം ഓപ്ഷനും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് പുഡിംഗ് തയ്യാറാക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 3/4 കപ്പ് പഞ്ചസാര, ഒരു 2 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡർ നമുക്ക് ആവശ്യമുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് ഫ്രഷ് ക്രീമാണ്. ഇത് നമുക്ക് 1 കപ്പ് ഫ്രഷ് ക്രീം നമുക്ക് ആവശ്യമുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് പാലാണ്. നമുക്ക് കാച്ചിയ പാലോ അല്ലെങ്കിൽ കാച്ചാത്ത നമുക്ക് തണുത്ത പാലോ നമുക്ക് ഉപയോഗിക്കാം. ഇത് ഞാൻ കാച്ചിട്ടൊന്ന് തണുപ്പിച്ച പാലാണ്. ഇത് നമുക്ക് 1 കപ്പ് പാൽ ആവശ്യമുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് മിൽക്ക് മെയ്ഡാണ്. മിൽക്ക് മെയ്ഡ് നമുക്ക് 1 കപ്പ് ആവശ്യമുണ്ട്. 1 ടീസ്പൂൺ വാനില എസൻസ് നമ്മൾ ചേർത്ത് കൊടുക്കണം ഒരു ഫ്ലേവറിന് വേണ്ടി. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഈ പുഡിംഗ് തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി ആദ്യം നമുക്ക് പുഡിംഗ് തയ്യാറാക്കാൻ തുടങ്ങാം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതിനു വേണ്ടി നമുക്കൊരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ആവശ്യമുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഷുഗർ ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഞാനൊരു 3 ടേബിൾ സ്പൂൺ ആണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് നമുക്കിത് കാരമലൈസ് ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മൾ ഈ പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കാനായിട്ടുണ്ട്. പെട്ടെന്ന് ഇത് കരിഞ്ഞു പോകും. അല്ലെങ്കിൽ ഇപ്പോൾ ഒന്ന് ഷുഗർ മെൽറ്റായിട്ടൊന്ന് കളറ് ചേഞ്ച് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി പെട്ടെന്ന് തന്നെ ഇതായി കിട്ടും. ഈ സമയത്ത് നമ്മൾ തീയൊക്കെ നന്നായി കുറച്ച് തന്നെ വെക്കണം. നല്ല പുക കയറി ഇതിൻ്റെ ടെക്സ്ചർ തന്നെ നമുക്ക് മാറിപ്പോകും. അപ്പോൾ പഞ്ചസാര ഇപ്പോൾ കാരമലായി വന്നിട്ടുണ്ട്. ഇതിനെ നമുക്ക് തീ ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഏത് പാത്രത്തിലാണോ നമ്മൾ ഈ പുഡിംഗ് തയ്യാറാക്കുന്നത് അതിലേക്ക് നമുക്ക് ചൂടോടുകൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഇപ്പം തീ ഓഫ് ചെയ്യുവാണ്. ഈ ഒരു കളർ നമുക്ക് മതി. ഒത്തിരി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു കൈരസം ഉണ്ടായിരിക്കും. അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്യുവാണ്. അപ്പോൾ ഈ പാത്രത്തിലാണ് ഞാൻ പുഡിംഗ് തയ്യാറാക്കാൻ വേണ്ടി എടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ കാരമലൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം എല്ലാ ഭാഗത്തേക്കും നമുക്കിതൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് തണുത്തതിന് ശേഷമാണ് ഇനി നമ്മൾ പുഡിംഗ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇത് തണുക്കാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. ആ സമയത്തേക്ക് പുഡിംഗ് തയ്യാറാക്കാനുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് എടുക്കാം. നമുക്ക് പുഡിങ്ങിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എടുക്കാം. ഞാനിവിടെ എടുക്കുന്നത് 3/4 കപ്പ് പഞ്ചസാരയാണ്. അപ്പം 3/4 കപ്പ് പഞ്ചസാര ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു കപ്പ് ഫ്രഷ് ക്രീം, അതേപോലെ 1 കപ്പ് മിൽക്ക് മെയ്ഡ്, 1 കപ്പ് പാല്. 240 ml കപ്പിനാണ് ഞാനിത് മെഷർ ചെയ്തെടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ കാപ്പി കുടിക്കുന്ന ഗ്ലാസ്സിലൊക്കെ നമുക്ക് അളന്നെടുക്കാവുന്നതാണ്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡർ, 1 ടീസ്പൂൺ വാനില എസൻസ്. ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ പഞ്ചസാര ഒന്ന് പൊടിച്ച് ചേർക്കുകയാണെങ്കിൽ പെട്ടെന്നൊന്ന് ഇതിനകത്ത് ലയിച്ച് ചേർന്നു. അപ്പോൾ ഇത് ഞാൻ മിക്സിക്കകത്തിലിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. മിക്സിക്കകത്ത് കട്ടയൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഉടഞ്ഞു പോക്കുള്ളൂല്ലോ. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ കലക്കിയെടുത്തതിന് ശേഷം നന്നായി ഒന്ന് അരിച്ചെടുത്താലും മതി. അപ്പോൾ
അപ്പം ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇത് മാറ്റിയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് അടിച്ചെടുക്കാം. ആ കസ്റ്റർഡ് പൗഡറും പഞ്ചസാരയും ഒക്കെ ഒന്ന് കട്ട പിടിച്ച് ഒരു മിനിറ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് വെക്കാം. അപ്പം നമുക്ക് മിക്സിയിൽ അടിച്ചെടുത്ത ഇത് നമ്മൾ ഈ പഞ്ചസാര കാരമലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്കിതൊരു 3/4 ഭാഗം നമുക്കിതിലെ ഒഴിച്ചു കൊടുത്താൽ മതി. ഇത് വേറെ ഒരു ചെറിയ 2 കപ്പ് ഒഴിച്ച് ചെയ്യാനെ കൊണ്ടുള്ളതുണ്ട്, അത് ഞാൻ മാറ്റി വെക്കുകയാണ്. ഇതിലേക്കൊരു 3/4 ഭാഗം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇത് സ്റ്റീം ചെയ്തെടുക്കാം. ഞാൻ അതിനൊരു അപ്പച്ചെമ്പ് വെച്ചിട്ട് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഇത് വെച്ച് കൊടുക്കാം. ഒരു 10 മിനിറ്റ് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഏകദേശം ഒരു 20 മിനിറ്റോളം ആയിട്ടുണ്ട് നമ്മുടെ പുഡിങ് വെച്ചിട്ട്. അപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് തുറന്നു നോക്കാം. ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയായിരുന്നു, ഞാൻ ഇതിന് മുന്നിൽ കവർ ചെയ്തിട്ട് ഒരു അടപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ അലുമിനിയം ഫോയിലോ നമുക്ക് ഇതിൽ വെച്ച് കൊടുക്കാം. ഇതിന് ഉള്ളിലേക്ക് വെള്ളം വീഴാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇതിൽ ഇനി ഒന്ന് ചെറുതായിട്ടൊന്ന് കുത്തി നോക്കുകയോ അല്ലെങ്കിൽ കൈ വെച്ച് ചെറുതെ ഒന്ന് പ്രസ് ചെയ്ത് നോക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇത് ഓൾറെഡി വെന്തിട്ടുണ്ട്. നമ്മുടെ കാടായിട്ടിട്ട് നമ്മൾ കുക്ക് ചെയ്യരുത്. അപ്പോൾ ഇനി തീ ഓഫ് ചെയ്യാം. പുഡിങ് മാറ്റി നമുക്ക് തണുക്കാൻ വേണ്ടി വെക്കാം. അപ്പം നമ്മുടെ പുഡിങ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതിന് തണുത്തതിന് ശേഷം നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പം നമ്മുടെ പുഡിങ് ഇവിടെ തണുത്തിട്ടുണ്ട്. ഇതിൻ്റെ അരികൊക്കെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ നമ്മുടെ കാരമൽ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് നമുക്കൊരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ നമുക്ക് തണുക്കാൻ വേണ്ടി വെക്കാം. അതിനുശേഷം കട്ട് ചെയ്ത് ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ കൂടെ വരുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കല്ല, ഓൺ ഓപ്ഷനും. അപ്പോൾ വേറൊരു വീഡിയോ വേണ്ടി കാണും വരെ ബൈ.